ഹായ് ഗേസ്, ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു ലുബിന മോള്. അർജന്റീനയുടെ ആരാധിക ലുബിന മോളും സുബൈർ വായക്കാടുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ അവരുടെ ഒരു ചെറിയ വീഡിയോ ആണ്. ഇതിനോട് തുടർന്നുള്ള വീഡിയോ നാളെ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. അർജന്റീന കപ്പ് എടുത്തില്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവോ? ഉറപ്പാണോ? എന്നാൽ തോറ്റപ്പോ ടെൻഷൻ ഉണ്ടായില്ലേ? തിരിച്ചു വരുന്ന അറിയോ? അപ്പൊ ഇന്നലെ ഒരു തോൽവിയോട് വന്നായിരിക്കും അവസ്ഥ. ഇന്ന് തോൽവി ഉണ്ടാകുകയാണെങ്കിൽ അപ്പൊ പ്രതിസന്ധി ഘട്ടത്തിന് മെസ്സിന് വിശ്വാസമുണ്ട് അല്ലേ? അടുത്ത മത്സരം പോളണ്ടുമായിട്ട് മത്സരം തിരിച്ചു വരും. വെർക്ക് കൊടുക്കാൻ കട്ടയെന്നല്ലേ? വെർക്ക് കുടുങ്ങിയാലോ? ഞാൻ തിരിച്ചു മറ്റേ സമീര തട്ടെ ഫൈനൽ കപ്പുണ്ടാകട്ടെ എന്ന് അർജന്റീന വേൾഡ് കപ്പ് നേടുവാ? നിറഞ്ഞ മനസ്സോടെ പറഞ്ഞത് മെസ്സി ഗോളടിക്കും. എത്ര ഗോളടിക്കും? എന്താണ് ടൈമിനനുസരിച്ച് ഗോളടിക്കും. നല്ല കളി ഇനിയുള്ള മത്സരങ്ങൾ ജയിക്കും അർജന്റീന. ഇനി പറയാനുള്ളത് എല്ലാ കളിയിലൊക്കെ കപ്പ് കൊടുക്കുന്നതാണ്. ഇന്നലത്തെ കളിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇന്നലത്തെ കളിനെ വെച്ച് പറയാനുള്ളത് പൊളിയാണെന്നാണ്. നല്ല കളി. മെസ്സി ഗോൾ ഇടുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. എത്ര ഗോളടിക്കുന്ന ഉറപ്പുണ്ടായിരുന്നു? 2. എന്താ പറയണ്ടേ? അർജന്റീന ഈ വേൾഡ് കപ്പ് നേടും. അർജന്റീന ഈ വേൾഡ് കപ്പ് നേടുന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടാകും. പൂർണ്ണ വിശ്വാസം അർജന്റീന പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് കരകയറിയല്ലോ. കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ അർജന്റീനയ്ക്ക് പക്ഷേ പിന്നെ കോൺകാഫ് മേഖലയിൽ നിന്ന് വരുന്ന ടീമാണ് മെക്സിക്കോ. ഒരു സെറ്റായ ടീമാണ് മെക്സിക്കോ. അപ്പോൾ അതിനെ മറികടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അടുത്ത കളി ലെവൻഡോസ്കിൻ്റെ പോളണ്ടാണ്. പോളണ്ട് മറികടക്കുന്ന ഉറപ്പാണ്. ഒരു പക്ഷേ 2ാം റൗണ്ടിൽ അർജന്റീന എതിരാളി മിക്കവാറും ഡെൻമാർക്കാനാണ് സാധ്യത. അവിടെ ജർമ്മനി അർജന്റീന 1-ലാണെങ്കിൽ ഇവിടെ ഫ്രാൻസ് 1-ലാണെങ്കിൽ 2ാം സ്ഥാനത്തൊക്കെ റൈറ്റ് ഔട്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അർജന്റീന ലോക ചാമ്പ്യന്മാരാകും എന്നിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ പ്രീ ക്വാർട്ടറിൽ നിന്ന് കഴിഞ്ഞാൽ ആ ടീമിനെ പരാജയപ്പെടുത്തുന്നത് എങ്ങനെ ആയിരിക്കും? ഇനി ഡെൻമാർക്ക് ആയാലും ഫ്രാൻസ് ആയാലും പരാജയപ്പെടുത്തിയിട്ട് പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയിട്ട് എങ്ങനെ ആയിരിക്കും സെറ്റായി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. ഇന്നത്തെ മത്സരം കണ്ടിട്ട് പൂർണ്ണമായിട്ട് ചാമ്പ്യന്മാരാകുമെന്ന് പറയാൻ സാധ്യമല്ല. എങ്ങനെ പൂർണ്ണ ബൂട്ട് നേടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം മെസ്സി മിക്കവാറും മിഡ്ഫീൽഡർ ഇറങ്ങി കളിക്കാനാണ് സാധ്യത. പക്ഷേ ലൗതാറോ മാർട്ടിനസ് യഥാർത്ഥ ഒരു ഫോമിലേക്ക് ഉയരും. പക്ഷേ ഇപ്പം ഇക്വഡോറിൻ്റെ വലൻസിയ ഉണ്ടല്ലോ, ഒരു ഭാഗത്ത് 3 ഗോൾ സ്കോർ ചെയ്ത് പോയി അല്ലേ? അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണം ബൂട്ട് നേടാൻ ഇനിയിപ്പോൾ അടുത്ത കളി നിർണായകഘട്ടമായ കളിയാണ് വരാൻ പോണത്. ഇന്നലെ നിർണായക ഘട്ടത്തിൽ മെക്സിക്കോക്ക് 5 ഡിഫൻസിനെ അടിച്ചു കയറ്റിയില്ല മെസ്സി. പക്ഷേ പൂർണ്ണമായിട്ടും നിങ്ങൾ പറഞ്ഞ മാതിരി നേടാൻ സാധിക്കില്ല എന്നിപ്പം പറയാൻ സാധ്യമല്ല. ആ പ്രീ ക്വാർട്ടർ മത്സരം കഴിഞ്ഞിട്ട് അർജന്റീന മുന്നേറ്റത്തിൽ പോകണം. എത്ര ആയിരിക്കും അർജന്റീന മുന്നേറ്റം എന്ന് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. പോളണ്ടുമായിട്ട് പോളണ്ട് അർജന്റീന അടിക്കും. സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു 2-1 ആയിരിക്കും. 1-0 ആയിരിക്കും. കാരണം ലെവൻഡോസ്കി നല്ല ബാഴ്സലോണയിലാണ് കളിക്കുന്നത്. ആ ലെവൻഡോസ്കിന് അർജന്റീന തടിയും. ലിസാൻഡ്രോ മാർട്ടിനസ് ശക്തമായ പിന്നെ എമിലിയാനോ മാർട്ടിനസ് കൊണ്ട് ഉറപ്പാണ് പോളണ്ട് പരാജയപ്പെടുത്തി അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിക്കും. അവിടെ ഫ്രാൻസോ ഡെൻമാർക്കോ ആയിരിക്കും. ആ ടീമിലും അടിക്കാൻ എൻ്റെ സാധ്യത. പ്രതിരോധം എന്ന് പറഞ്ഞാൽ റൊമോറോ പൂർണ്ണ ഫിറ്റല്ലേനി. അവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലിസാൻഡ്രോ മാർട്ടിനസിന് ലേണസ് കനോണി മാറ്റം വരുത്തി. ഇപ്പോൾ ഡിഫൻസ് നില മെക്സിക്കോ ശക്തമായ ടീമാണ്. അതുകൊണ്ട് അത്യാവശ്യം നില മെക്സിക്കോക്കെതിരെ ഡിഫൻസ് കാത്തു സൂക്ഷിക്കുന്നു. അവിടെ ഓട്ടോമെൻറ്റി, അവിടെ പിന്നെ മൊളീന, അവിടെ പെസല്ല, അത് മാത്രമല്ല ഗോളി എമിലിയാനോ മാർട്ടിനസ്. ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഡിഫൻസ് ഇന്നലെ പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് പറയാം.